എന്നിൽ അന്തർലീനമായിരിക്കുന്ന പരമപവിത്രമായ ഭഗവത്ഗീതത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് എൻ്റെ പ്രിയ സഹയോഗികളെ, സഹപ്രവർത്തകരെ, ആത്മബന്ധുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയം സ്നേഹരാജ് ഫൗണ്ടേഷനെ പരിചയപ്പെടുത്തുക എന്നതാണ്. സ്നേഹരാജ് ഫൗണ്ടേഷൻ ഒരു ട്രസ്റ്റാണ്. അതിനെ രൂപീകരിക്കാനുള്ള കാരണം ഭൂമി നാശോന്മുഖമായിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയിൽ മനുഷ്യരുടെ, ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ തന്നെ താറുമാറായിരിക്കുന്നു. കഴിഞ്ഞ 2 കൊല്ലം മുമ്പേ ഞങ്ങൾ അനുഭവിച്ച ആ ചൂട് കഴിഞ്ഞ കൊല്ലം അതിനേക്കാളും കൂടുതലായിരുന്നു. ഈ കൊല്ലം ഭൂമിയിൽ ഈ ചൂട് നമ്മൾ അനുഭവിക്കുന്നത് താങ്ങുന്നതിനുള്ള അപ്പുറമാണ്. ഇത് അടുത്ത കൊല്ലം ഇനിയും കൂടും. അതിൻ്റെ അടുത്ത കൊല്ലം നമുക്കിത് താങ്ങാൻ കഴിയുമോ എന്ന് തന്നെ സംശയമാണ്. അതുപോലെ തന്നെ ഭയങ്കര മഴ, ചുഴലിക്കാറ്റ്, ഭൂകമ്പങ്ങൾ, കള്ളക്കടൽ പ്രതിഭാസം, കടൽ ഇങ്ങനെ കയറി വരുന്ന പ്രതിഭാസങ്ങൾ, ഇതെല്ലാം നോക്കുമ്പോൾ ഭൂമി ഇനിയൊരു 10 കൊല്ലം കഴിഞ്ഞാൽ നമുക്കിവിടെ താമസിക്കാൻ പറ്റുമോ എന്നത് തന്നെ ഒരു സംശയമാണ്. അങ്ങനെ നാശോന്മുഖമായി കൊണ്ടിരിക്കുന്ന ഭൂമിയിലെ ആവാസ വ്യവസ്ഥയെ നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ മാനവീയത അഥവാ മനുഷ്യത്വം അതും നാശോന്മുഖമായി കൊണ്ടിരിക്കുന്നു. ഹൃദയബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. നാട്യം, കാപ്പാട്യം സർവ്വസാധാരണമായിരിക്കുന്നു. മൃഗത്വത്തിൻ്റെ ആശയം ഇവിടെ ശക്തമായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നു. മനുഷ്യനെ എങ്ങനെ വിഭാഗിക്കുക, എങ്ങനെ വർഗീയവൽക്കരിക്കുക, എങ്ങനെ മതീയവൽക്കരിക്കുക എന്നത് റിസർച്ച് ചെയ്ത് നടപ്പിലായിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവൻ ശിർക്കാണ്, കാഫീറാണ്, സത്യനിഷേധിയാണ്, സത്യവിശ്വാസി അല്ല, അവിശ്വാസിയാണ്, ബൂർഷ്വാ ആണ്, വർഗശത്രുവാണ്. അങ്ങനെ പല ജാതികളിൽ അവനെ എങ്ങനെ വിഭാഗിച്ച് നിർത്താം? അവൻ കറുപ്പനാണ്, വെളുപ്പനാണ്, ഉള്ളവനാണ്, ഇല്ലാത്തവനാണ് എന്നൊക്കെ അവനെ വിഭാഗിച്ച്, വർഗീയവൽക്കരിച്ച്, മതീയവൽക്കരിച്ച് അവനെ എങ്ങനെ ചൂഷണം ചെയ്യുക, എങ്ങനെ പീഡിപ്പിക്കുക, എങ്ങനെ ഹിംസിക്കുക, അതുപോട്ടെ എങ്ങനെ കൊല്ലാം എന്നുവരെ റിസർച്ച് നടത്തി അതിനെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള പരിഹാരം എന്ന നിലയ്ക്ക് സ്നേഹരാജ് ഫൗണ്ടേഷൻ ഭൂമിയെ അമ്മയായി കാണുന്ന, പ്രകൃതിയെ അമ്മയായി കാണുന്ന, ഭൂമിയിലെ സകല ജീവിജന്തുക്കളെ, മരം, ചെടി, ലതാദികളെ തങ്ങളുടെ സ്വന്തം ആത്മാവിൻ്റെ ഭാഗമായി കാണുന്ന ഒരു ആശയത്തെ, വിചാരധാരയെ, ഒരു ദർശനത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെ സ്നേഹരാജ് ഫൗണ്ടേഷൻ സനാതന ധർമ്മ പരിചയ യജ്ഞം അഥവാ സനാതന സാക്ഷരതാ മിഷൻ, ഇതിനു വേണ്ടി സനാതന ഹൈന്ദവ നിർവചന യാത്ര നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു 250 കൊല്ലത്തിന് ശേഷം, ഇവിടെ ഗുരുകുലങ്ങൾ ഇല്ലാതായതിനു ശേഷം ആദ്യമായിട്ടാണ് ഈ ഭൂമിയിൽ സനാതന ധർമ്മത്തെ അഥവാ ഹിന്ദു ധർമ്മത്തെ അതിൻ്റെ വിരാട രൂപത്തിൽ, അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ പഠിപ്പിക്കാൻ ഒരു ശ്രമം നടക്കുന്നത്. നമ്മൾക്കിവിടെ ഹിന്ദു ധർമ്മത്തെ, സനാതന ധർമ്മത്തെ പഠിപ്പിക്കാൻ ഒരു വ്യവസ്ഥ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നത്തേക്ക് അത് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഹിന്ദു ധർമ്മത്തെ അതിൻ്റെ വിരാട രൂപത്തിൽ, അതിനെ പൂർണ്ണമായിട്ട് പഠിപ്പിക്കുന്ന ഒരു വ്യവസ്ഥ ഇവിടെ ഇല്ല. നമുക്ക് അതിന് ഏതെങ്കിലും ഒരു ശാഖയെ, ഉപശാഖയെ, ഏതെങ്കിലും സമ്പ്രദായത്തെ, ഏതെങ്കിലും പന്ഥത്തെ, ഏതെങ്കിലും ദർശനത്തെ പഠിപ്പിക്കാനുള്ള വ്യവസ്ഥയുണ്ട്. എങ്കിൽ ഹിന്ദു എന്ന ഈ ഇതെല്ലാ സമ്പ്രദായങ്ങളും, എല്ലാ പന്ഥങ്ങളും, എല്ലാ ശാഖകളെയും ഉൾക്കൊണ്ട്
സമഗ്രമായിട്ട് പഠിപ്പിക്കാൻ ഒരു വ്യവസ്ഥ ഇന്നുള്ളത് അത് സ്നേഹരാജ് ഫൗണ്ടേഷൻ മാത്രമാണ് എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇത് പഠിപ്പിക്കാൻ സ്നേഹരാജ് ഫൗണ്ടേഷൻ്റെ അടുത്ത് 6 സിലബസുകളാണുള്ളത്. ഒന്നാമത്തത് ബാലവികാസ്, അത് വീടുകളിൽ വെച്ചിട്ട് പഠിപ്പിക്കേണ്ടതാണ്. രണ്ടാമത് പ്രൈമറി സെക്ഷൻ, ഹൈസ്കൂൾ സെക്ഷൻ പഠിക്കേണ്ടത് ഹിന്ദു ധർമ്മ പഠനം പ്രാഥമികം. അത് കഴിഞ്ഞാൽ +1 +2 ലെവൽ പഠിക്കേണ്ടത് ഹിന്ദു ധർമ്മ പഠനം പുരോഹിതം. അതിനുശേഷം പഠിക്കേണ്ടത് ഡിഗ്രി പഠിക്കേണ്ടത് ഹിന്ദു ധർമ്മ പഠനം ആചാര്യ എന്ന സിലബസാണ്. അതിനുശേഷം പഠിക്കാൻ താല്പര്യമുള്ളവർ PG പഠിക്കേണ്ടത് ഹിന്ദു ധർമ്മ പഠനം പണ്ഡിത എന്ന സിലബസാണ്. ഇതിനുശേഷം ഡോക്ടറേറ്റ് റിസർച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കേണ്ടത് ഹിന്ദു ധർമ്മ പഠനം കൈവല്യം എന്ന സിലബസാണ്. ഈ സിലബസോടെ മനുഷ്യനായി ജനിച്ച ഒരാൾ സാക്ഷാത്കാരം നേടി പൂർണ്ണസത്യത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു വ്യവസ്ഥയാണ്, ഒരു സിലബസാണ് ഈ ഹിന്ദു ധർമ്മ പഠനം കൈവല്യത്തിലുള്ളത്. ഇപ്പോൾ സ്നേഹരാജ് ഫൗണ്ടേഷൻ ചെയ്തിട്ടുള്ളത് ഈ സനാതന ധർമ്മ ഹിന്ദു ധർമ്മ ആശയങ്ങളെ, അതിൻ്റെ നിർവചനത്തെ, അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ, അടിസ്ഥാന ജീവിത പദ്ധതിയെ, മനുഷ്യൻ്റെ അടിസ്ഥാന ലക്ഷ്യത്തെ, ചരിത്രത്തെ, ആചാരങ്ങളെ എല്ലാം സംഗ്രഹിച്ച് ഒരു പുസ്തക രൂപത്തിൽ ആക്കിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരാണ് സ്നേഹ സ്മൃതി. ഇത്ര ദിവസം ഹൈന്ദവർക്ക് ഒരു പരാതി ഉണ്ടായിരുന്നു. നമ്മൾക്ക് മതപാഠശാലയില്ല, ദേവസ്വം ബോർഡുകൾ അത് പഠിപ്പിക്കുന്നില്ല, ക്ഷേത്രങ്ങളിൽ അത് പഠിപ്പിക്കുന്നില്ല എന്നൊക്കെ. സത്യം പറഞ്ഞാൽ അതല്ല സത്യം. ഇവിടെ അത് പഠിക്കാൻ ആളില്ല എന്നതാണ്. ഇത് എൻ്റെ തന്നെ അനുഭവമാണ്. 2010 മുതൽ ഞാനിത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം ആവശ്യമുണ്ടെങ്കിൽ അവിടെ സപ്ലൈ ഉണ്ടാവും. ഇവിടെ ആവശ്യക്കാർ ഇല്ലാത്തതാണ് അങ്ങനെ ഒരു ഉദ്യമം തുടങ്ങാതിരിക്കുന്നതിന് കാരണം. അതിനുവേണ്ടി സ്നേഹരാജ് ഫൗണ്ടേഷൻ ഇന്ന് ഈ ഭൂമിയിൽ ഹിന്ദു ധർമ്മം സമഗ്രമായിട്ട് പഠിക്കാനുള്ള ഒരു വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കാൻ പറ്റും, പഠിച്ച് എടുക്കാനും പറ്റും. ഇനി ഈ ആശയത്തെ ഭൂമിയിലുള്ള സർവ്വ ജനങ്ങളിലേക്ക് എത്തിക്കാനായി സ്നേഹരാജ് ഫൗണ്ടേഷൻ നിങ്ങൾക്ക് 4 അവസരങ്ങളാണ് തരുന്നത്. ഒന്നാമത്തെ അവസരം, നിങ്ങൾക്ക് ഈ പുസ്തകം വാങ്ങിക്കുക, വായിക്കുക, പഠിക്കുക എന്നതാണ്. താല്പര്യമുള്ളവർ നമ്മളെ വെബ്സൈറ്റിലെ പേയ്മെൻറ്റ് എന്ന പേജിലേക്ക് പോയി അവിടെ QR കോഡ് സ്കാൻ ചെയ്ത് പുസ്തകത്തിൻ്റെ വിലയായ 141 രൂപ പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ UTR സ്ക്രീൻഷോട്ടും പേരും ഇമെയിൽ ID-യും നിങ്ങൾ നമ്മളെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരികയാണെങ്കിൽ നിങ്ങൾ ഇമെയിൽ ID-യിലേക്ക് നമ്മൾ പുസ്തകം അയച്ചു തരുന്നതായിരിക്കും. അത് പഠിക്കുക, വായിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടുകയാണെങ്കിൽ അത് കൃത്യമായിട്ടും അതിന് മറുപടിയും അതിന് സന്ദേഹങ്ങളും തീർത്തിരുന്നതായിരിക്കും. അങ്ങനെ അല്ല, നിങ്ങൾ ചെറിയ ഗ്രൂപ്പുകളിൽ ആണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ എല്ലായിടത്ത് വന്നിട്ട് നിങ്ങളെ വേണ്ടി ക്ലാസ്സുകൾ നടത്തി ആ സംശയങ്ങൾ ദൂരീകരിക്കുന്നതായിരിക്കും. ഇത് ഒന്നാമത്തെ. ഇവിടെ പുസ്തകം ആവശ്യമുള്ള കൂട്ടർ പുസ്തകം മാത്രം വായിക്കുക, പഠിക്കുക എന്നതാണ്. ഇനി രണ്ടാമത്തത് എന്ന് പറയുമ്പോൾ, പുസ്തകം താല്പര്യമില്ല എങ്കിൽ നമുക്കിതിനെ പ്രചരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അവർക്കും ഇത് മറ്റുള്ളവരെ വാങ്ങിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാം. മറ്റുള്ളവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് പ്രോത്സാഹിപ്പിക്കുക ചെയ്യും. ഇനി മൂന്നാമത്തെ അവസരം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പുസ്തകവും വേണ്ട, നമുക്ക് പ്രചരിപ്പിക്കാൻ താല്പര്യമില്ല എങ്കിൽ ഇതിലൂടെ എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനും ഒരു അവസരമുണ്ട്. ആദ്യം നിങ്ങൾ ഒരു പുസ്തകം വാങ്ങിക്കുക. അതിനുശേഷം നമ്മളെ വെബ്സൈറ്റിൽ നിങ്ങളെ KYC അപ്ഡേഷൻ ചെയ്യുക. നിങ്ങളെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, ആധാർ കാർഡ്, ഫോൺ നമ്പർ എല്ലാം ചേർക്കുക. ചേർത്താൽ നിങ്ങൾക്കൊരു യൂസർ നെയിമും പാസ്വേഡും കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മിനിമം ഏറ്റവും കുറഞ്ഞത് 7 ആളെ കൊണ്ട് ഈ പുസ്തകം വാങ്ങിപ്പിക്കുക എന്നതാണ്. അങ്ങനെ 7 ആൾ നിങ്ങൾ കീഴിൽ വാങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്ക്
നിങ്ങളെ 140 രൂപ നിങ്ങൾ തിരിച്ചു കിട്ടും. അതിനുശേഷം നിങ്ങളെ സഹായത്തോടെ ഈ 7 ആൾക്കാരും ഓരോ ആളും 7 ആൾക്കാരെ തന്നെ ഈ പുസ്തകം വാങ്ങിക്കാൻ പ്രചോദിപ്പിച്ചാൽ, അങ്ങനെ ഓരോ ആൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് 10 രൂപ വെച്ചിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അത് 7ാമത്തെ സീരീസ് വരെ, 7ാമത്തെ വരി വരെ നിങ്ങൾക്ക് ആ പൈസ കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഇത് കൃത്യമായിട്ട് നടന്നാൽ ഏറ്റവും കുറഞ്ഞത് മാക്സിമം 96 ലക്ഷം വരെ സമ്പാദിക്കാനുള്ള ഒരു അവസരം കൂടി ഇതിലുണ്ട്. ഇത് എത്രയാണോ വിൽപ്പന നടക്കുന്നത് അതിനെ കണക്കായിട്ടാണ് നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടുന്നത്. നിങ്ങളെ കീഴിൽ 1000 ബുക്കുകൾ വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10,000 രൂപ വെച്ച് കിട്ടും. ഇനി 10,000 ബുക്ക് പോയിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം കിട്ടും. ഇനി 1 ലക്ഷം ബുക്ക് പോയിട്ടുണ്ടെങ്കിൽ 10 ലക്ഷം ബുക്ക് കിട്ടും. അപ്പോൾ മാക്സിമം ഒരു അക്കൗണ്ട് കീഴിൽ സമ്പാദിക്കാനുള്ള മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 96 ലക്ഷം വരെ നിങ്ങൾക്ക് സമ്പാദിക്കാനുള്ള ഒരു അവസരം കൂടി ഇതിലുണ്ട്. ഇനി 4ാമത്തെ കാര്യം, നമുക്ക് പുസ്തകം വാങ്ങിക്കേണ്ട, ആരോടും പ്രൊമോഷനും ചെയ്യേണ്ട എങ്കിൽ ഈ ആശയത്തോടെ നമ്മൾ അനുഭവമുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്, നമുക്ക് ഡൊണേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കുറച്ച് പണം തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ പേയ്മെൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഡൊണേഷൻ ചെയ്യാം. നമുക്ക് താല്പര്യമുള്ള എമൗണ്ട് 1 രൂപ മുതൽ കോടിക്കണക്കിന് ആയാലും പ്രശ്നമില്ല, നമ്മളത് സ്വീകരിക്കും. നമ്മളെ വെബ്സൈറ്റിലെ പേയ്മെൻറ്റ് സെക്ഷനിലേക്ക് വന്നിട്ട് അവിടെ QR കോഡ് ഉണ്ട്, അക്കൗണ്ട് നമ്പർ IFSC ഉണ്ട്, അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ട് ആ സ്ക്രീൻഷോട്ട് അയച്ച് നിങ്ങളെ പേരും അഡ്രസ്സ് തന്നാൽ നിങ്ങൾക്ക് റെസിപ്റ്റ് എത്തിച്ചു തരുന്നതായിരിക്കും. അവസാനമായിട്ട് പറയാനുള്ളത്, ഹിന്ദുക്കൾക്ക് അഥവാ ഹൈന്ദവരല്ലാത്ത വലിയൊരു ജനവിഭാഗത്തിന് ഹിന്ദുവിനെ, സനാതന ധർമ്മത്തെ സമഗ്രമായിട്ട് അതിൻ്റെ എല്ലാ സമ്പ്രദായങ്ങളും, എല്ലാ ശ്രുതികളും, എല്ലാ സ്മൃതികളും ിലൂടെ മനസ്സിലാക്കാനുള്ള ഏറ്റവും സുലഭമായ ഒരു ഉപായമാണ് നമ്മൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. അതുപോലെ ഹൈന്ദവർക്ക്, ഹൈന്ദവനായി ജനിച്ച് ഹൈന്ദവനായി ജീവിക്കുമ്പോൾ ഹൈന്ദവൻ എന്താണ്, എൻ്റെ ആശയം എന്താണ്, അറ്റ്ലീസ്റ്റ് എൻ്റെ നിർവചനം എന്താണ് ഹിന്ദുവിൻ്റെ നിർവചനം എന്നതെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരവസരമാണ് നമ്മൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. അത് എല്ലാവരും വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക, താല്പര്യം കാണിക്കുക. കാരണം ഭൂമിയെയും മനുഷ്യത്വത്തെയും രക്ഷിക്കാനുള്ള അവസാനത്തെ ഒരു അവസരം മാത്രമാണിത്. ഇനി അടുത്ത വീഡിയോയിൽ മൃഗമനുഷ്യൻ, പൂർണ്ണമനുഷ്യൻ അഥവാ മനുഷ്യ ദൈവം ഇവയ്ക്കുള്ള വ്യത്യാസം എന്താണ്, എങ്ങനെ മനുഷ്യ മൃഗത്തെ ഹിന്ദു ധർമ്മം പൂർണ്ണ മനുഷ്യനാക്കുന്നു, അവിടുന്ന് ദൈവികതയിലേക്ക് എങ്ങനെ ഉയർത്തുന്നു എന്നത് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് മാ ഭാരതി, ജയ് മാ വസുന്ധര.